എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റായും ഡിന്നറായും ഗസ്റ്റെല്ലാം വരുമ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു മുട്ടയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നത്. മുട്ടയൊന്നും ചേർക്കാതെ പച്ചരിയും ചോറും ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം ഈ ഒരു മുട്ടയപ്പം. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിനു മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് നല്ലൊരു മുട്ടയപ്പം റെഡിയാക്കുന്നതെന്ന്. അപ്പോൾ ഈ ഒരു മുട്ടയപ്പം റെഡിയാക്കാൻ വേണ്ടി 1.5 കപ്പ് പച്ചരി നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് ഒരു 6 മണിക്കൂർ കുതിർത്തി എടുത്തിട്ടുണ്ട്. മാക്സിമം ഒരു 5 മണിക്കൂറെങ്കിലും പച്ചരി കുതിർത്തിയെടുക്കുക. ഇനി ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഇതുപോലൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം നന്നായിട്ട് ഊറ്റിക്കളഞ്ഞിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചോറും കൂടെ ചേർത്ത് കൊടുക്കുക. 1.5 കപ്പ് അരി എടുക്കുമ്പോൾ 1/2 കപ്പ് ചോറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ വൈറ്റ് ചോറ് തന്നെ എടുക്കാൻ നോക്കുക. മുട്ടയപ്പത്തിന് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് 1/4 കപ്പും പിന്നെ 3 ടേബിൾ സ്പൂണോളം വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. അളവൊക്കെ കറക്റ്റ് ആയിരിക്കണം, എന്നാൽ മാത്രമേ നല്ല മുട്ടയപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ. ഇനി ഇത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളമൊന്നും കൂടിപ്പോകരുത്. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ മുട്ടയപ്പം പൊങ്ങി കിട്ടൂല. അപ്പോൾ ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ഈ ഒരു രീതിയിൽ അരച്ചെടുക്കുക. ഒരുപാട് ലൂസും ആയി പോകരുത്, ഒരുപാട് കട്ടിയിലുമായി പോകരുത്. ഈ ഒരു രീതിയിൽ തന്നെ, ഈ ഒരു അളവിൽ തന്നെ എല്ലാം ചെയ്യുക. 1.5 കപ്പ് പച്ചരിക്ക് 1/2 കപ്പ് ചോറ്, 1/4 കപ്പും 3 ടേബിൾ സ്പൂണോളം വെള്ളവും കൂടെ ചേർത്തിട്ടാണ് ഇത് അരച്ചെടുത്തത്. ഇനി നമുക്ക് ഉടനെ തന്നെ ഇത് ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലൊരു ചീനച്ചട്ടിയിൽ അല്പം ഓയിൽ ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച മാവ് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതുപോലെ ഒരു കയ്യിൽ മാവ് ഫുള്ളായിട്ട് നമുക്ക് കോരി ഒഴിച്ച് കൊടുക്കാം. ഇത് ചെറിയൊരു കയ്യിലാണ്. വലിയതാണെങ്കിൽ വലിയ മുട്ടയപ്പമായിരിക്കും. ഇതുപോലെ ചെറിയ കയ്യിൽ മാവ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്, ചെറിയ ചെറിയ മുട്ടയപ്പം റെഡിയാക്കി എടുക്കാൻ. എന്നിട്ട് നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇതുപോലെ ഒന്ന് കോരി ഒഴിച്ച് കൊടുക്കുക. ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് തീ ഹൈ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് ഇത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഒരു മിനിറ്റോളം വെക്കുമ്പോഴത്തേക്കും മുട്ടയപ്പം ഇതുപോലെ നല്ല ബോൾ പോലെ പൊങ്ങി വരാൻ തുടങ്ങും. മിനിറ്റൊന്നും വെക്കണ്ട, അതിന് മുമ്പായിട്ട് തന്നെ ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വന്നതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടിട്ട് ഒരു 1/2 മിനിറ്റോളം വെക്കുക. അതിനുശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ഒരു മുട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി മുട്ടയപ്പം റെഡിയായി കിട്ടിയിട്ടുണ്ട്. അളവൊക്കെ കറക്റ്റായിരിക്കണം, എന്നാൽ മാത്രമേ നമ്മുടെ ഈ ഒരു മുട്ടയപ്പം ഇതുപോലെ നന്നായിട്ട് പൊങ്ങി നല്ലതുപോലെ കിട്ടുകയുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളത് മുഴുവനും നമുക്കിതുപോലെ തന്നെ എണ്ണയിലേക്ക് കോരി ഒഴിച്ചിട്ട് ചുട്ടെടുക്കാം. ഒഴിക്കുന്ന സമയത്ത് തീ ഹൈ ഫ്ലെയിമിൽ വെക്കുക. പിന്നെ എന്നിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ആക്കിയിട്ട് ഇത് ചുട്ടെടുത്താൽ മതി. പിന്നെ ഓരോ പ്രാവശ്യം മാവ് കോരി ഒഴിക്കുമ്പോഴും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം കോരി ഒഴിച്ച് കൊടുക്കാൻ. അപ്പോൾ എല്ലാം ഇതുപോലെ കോരി ഒഴിച്ച് ചുട്ടെടുക്കുക. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി മുട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. മുട്ടയൊന്നും ചേർക്കാതെ തന്നെ നല്ല മുട്ടയപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ അധികവും തട്ടുകടയിൽ നിന്ന് വാങ്ങിക്കഴിക്കലുണ്ട് ഈ ഒരു മുട്ടയപ്പം കൊണ്ട്. അപ്പം മിക്സ് എന്ന് പറഞ്ഞിട്ട് കറിയിൽ ഈ ഒരു മുട്ടയപ്പമൊക്കെ ഇട്ട് മിക്സാക്കിയിട്ട് ഉള്ളിയൊക്കെ കട്ട് ചെയ്തിട്ടിട്ട് അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ കണ്ണൂർ ഭാഗത്തൊക്കെ തട്ടുകടയിൽ നിന്ന് കിട്ടലുണ്ട്. നല്ല ടേസ്റ്റുള്ള ഒന്നാണത്. ബീഫ് കറിയിൽ അല്ലെങ്കിൽ ചിക്കൻ കറിയിലാണ് അപ്പം മിക്സ് റെഡിയാക്കി തരൽ. അപ്പോൾ ഇതിൻ്റെ കൂടെ നല്ല ബീഫ് കറിയും അതുപോലെ ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായാലും മീൻ കറിയും നല്ല ടേസ്റ്റാണ് കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും ഒരുപോലെ ഉണ്ടാക്കാൻ പറ്റിയ, അതുപോലെ ഗസ്റ്റെല്ലാം വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പി കൂടിയാണ്. പച്ചരിയും ചോറും ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ മുട്ടയപ്പം എല്ലാം ഞാൻ ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഉള്ളൊക്കെ നല്ല ആരൊക്കെ വന്നിട്ട് നല്ലൊരു മുട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.